കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാൻ നിൽക്കുന്നത് നോക്കാം. ഇന്നിപ്പോൾ ആകെ തിരക്കായിരുന്നല്ലോ, ബഹളമയം. എന്തായാലും രാവിലെ 4 മണിക്ക് തുടങ്ങിയ കല്യാണം 5 മണ്ഡപത്തിൽ ആയിട്ട് ഏകദേശം 10:45 ആയപ്പോഴേക്ക് തന്നെ 259 കല്യാണം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെന്താ 269 കല്യാണമോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത്. പിന്നെ അധികം തിരക്കില്ല. അപ്പോൾ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ കല്യാണങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. ഭക്തർക്കൊന്നും ബുദ്ധിമുട്ടില്ല, വധൂവരന്മാർക്ക് ബുദ്ധിമുട്ടില്ല. എന്തായാലും നല്ല ഒരു സമയമായിരുന്നു. ദേവസ്വം അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റം വന്നു. അതെന്തായാലും നന്നായി. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നത് ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതങ്ങനെ കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ കണ്ട് സർവ്വ വിഘ്നങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് നമ്മൾ നേരെ വന്ന് ആ ഗോപുരവാതിൽ കിടക്കുകയാണ്. ഗോപുരവാതിൽ കടന്ന് നേരെ വരുന്നത് കൊടിമരം കാണാം, വലിയ ബലിക്കല്ല് കാണാം. അതേപോലെ തന്നെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആ നാരായണീ എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണൊക്കെ നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഇങ്ങനെ ആ കളഭം കൊണ്ടുള്ളത്. ഇന്നത്തെ കാൽപാദങ്ങൾ കാണാണ്ട് അതെന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ 2 കാലും കാൽത്തളകളൊക്കെ കാണും. കാലിങ്ങനെ ഒരു കാല് ഒന്ന് ഇരിക്കുകയാണ് ഉണ്ണി. 1-2 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഉണ്ണി അങ്ങനെ ഇരിക്കണു. നല്ല രസമുള്ള ഒരു ഉണ്ണി. ഇരുന്ന് കാലിങ്ങനെ വലത്തെ കാലൊന്ന് മടക്കി വെച്ച് ഇടത്തെ കാലും ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഇടത് വശത്തെ വലിയൊരു ചെമ്പ് ആ കലത്തിൽ നിറയെ നിറച്ച് വെണ്ണ. അപ്പോൾ എന്താ ഇടത്തെ അത് മടിയിൽ വെക്കാനൊന്നും വയ്യ. ചെറിയ ഉണ്ണിയാണേനും വലിയ കലമാണ്, അതിൽ നിറച്ചും വെണ്ണയും. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ എത്ര കണ്ട് സന്തോഷമാവും ആ മുഖത്ത് നിന്ന്. ആ വലത്തെ കയ്യിൽ ഇങ്ങനെ ആ എണ്ണ ഇങ്ങനെ വാരി എടുത്ത് ആ വാരി ആ കുടത്തുനിന്നൊക്കെ ഇങ്ങനെ കലത്തുനിന്ന് ഇങ്ങനെ പോവുകയാണ്, തൂവി പോകണു നിറഞ്ഞിട്ടേ. എന്നിട്ട് അതിൽ ഇങ്ങനെ വാരി ഇങ്ങനെ മം കഴിക്കുക. എന്തൊരു രസമാണ് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ ആ ഉണ്ണിയുടെ ആ മുഖത്തെ ആ ഒരു അതിൻ്റെ എന്താ പറയുക അത്രയും സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ. അങ്ങനെ നോക്കുമ്പോൾ ആ പട്ടുകോണം കൊടുത്തിട്ടുണ്ട്, അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിലൊരു വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം, അതേപോലെ കൈവളകൾ കാണാണ്ട് തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചെവിയിൽ 2 ഗോപീതിലകങ്ങളാണ് വെച്ചിട്ടുള്ളത്. തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ പീലി ഇങ്ങനെ 3 കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. 3 പീലിയുണ്ട്. പിന്നെ തിരുമുടിമാലകൾ അതൊന്നാണുള്ളത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളത്. പിന്നെ ഉണ്ടമാല നല്ല തിക്കായിട്ട് തെച്ചി ആദ്യം, പിന്നെ കുറച്ച് താമര, പിന്നെ തുളസി, അങ്ങനെ വീണ്ടും തെച്ചി താമര തുളസി അങ്ങനെ ആയിട്ടുള്ള ഒരു ഉണ്ടമാല. ആ ഉണ്ണിക്കൊത്ത ഉണ്ടമാല അത്രയേ ഉള്ളൂ. വലിയ വലിപ്പമൊന്നുമില്ല. ചതുർബാഹുവായ വിഗ്രഹം നിറച്ചൊന്നുമല്ല എന്നർത്ഥം. എന്തായാലും ആ വെണ്ണക്കുടം നിറച്ച് വലിയൊരു വെണ്ണക്കുടമാണ്. അത് നിറച്ച് വെണ്ണ ഉണ്ട്. ആ വെണ്ണ മുഴുവൻ എടുത്ത് കഴിക്കുന്ന ആ കുഞ്ഞുണ്ണീനെയാണ് നമ്മളിന്നിപ്പോൾ കാണുന്നത്. അതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകളുണ്ട് തുളസി. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിയെ ആ വെണ്ണക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, വെണ്ണക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും.
അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ ആ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് നേരെ നമ്മൾ കാണുന്നത് ചെറിയ ഗണേശനെ കാണാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നീട് മേൽശാന്തിരെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനരൂപവും, ഇന്നലെ ഇപ്പോൾ വാമനരൂപമല്ലായിരുന്നു, ഇന്നലെ മഹാബലിയും വാമനനും ഒക്കെ ആയിട്ടുള്ള രൂപത്തിലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കണ്ട് ഗരുഡ, അതായത് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അനന്തപത്മനാഭനെ കാണാൻ, അനന്തപത്മനാഭൻ്റെ അടുത്ത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് നമ്മൾ നേരെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ മുരുകനെയും കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ കൊടിമരം നോക്കി കാണാം. പിന്നെ അങ്ങനെ നൃത്താറിയും മണിക്കിണറും അതേപോലെ ആ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങി പിന്നെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരാം. അങ്ങനെ ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ വെണ്ണക്കണ്ണനെ ചെറിയ ഉണ്ണീനെ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. എന്നിട്ട് ഒന്ന് നമസ്കരിക്കുക, തൊഴുത് നമസ്കരിക്കുക. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് നേരെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭമുള്ള കിഴക്കേ നടയിൽ വന്നിട്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുക. അതിനുശേഷം തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും
അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ തുണയേകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.